കോൺഗ്രസിലെ കുടുംബാധിപത്യ വിമർശനത്തിൽ തരൂരിനെ തള്ളി കെ.സി. വേണുഗോപാൽ. രാഷ്ട്രീയ പാർട്ടികളിലെ കുടുംബാധിപത്യത്തിന്റെ പേരിൽ നെഹ്റു ഗാന്ധി കുടുംബത്തെ ഉൾപ്പെടെ വിമർശിച്ച ശശി തരൂർ എംപിയെ തള്ളി കെ.സി. വേണുഗോപാൽ. ഇത്തരം പരാമർശം നടത്തുന്നവരോട് സഹതാപം മാത്രമാണുള്ളതെന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം. നാടിനായി ജീവൻ സമർപ്പിച്ചവരാണ് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും. അവർ കേവലം കുടുംബാധിപത്യത്തിലൂടെ വന്നവരാണ് എന്ന് പറയുന്നവരോട് സഹതപിക്കാൻ മാത്രമേ കഴിയൂ. ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമരത്തിനായി എല്ലാ സൗഭാഗ്യങ്ങളും വലിച്ചെറിഞ്ഞ് ജയിൽവാസം അനുഭവിച്ച വ്യക്തിയാണ്. സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച് ഇന്ത്യയിലെ ജനകോടികളുടെ അംഗീകാരം നേടിയ നേതാക്കളാണ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും. ഇവരുടെ നേതൃത്വം കുടുംബാധിപത്യമാണെന്ന് പറയുന്നത് ഒരു തരത്തിലും നീതീകരിക്കാനാവുന്നതല്ല. ഇത്തരമൊരു പരാമർശം എന്തുകൊണ്ടെന്ന് പറഞ്ഞവർ തന്നെ വിശദീകരിക്കട്ടെ എന്നും അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ ദിവസം ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലായിരുന്നു തരൂർ രാഷ്ട്രീയ പാർട്ടികളുടെ കുടുംബവാഴ്ചകളെ വിമർശിച്ച് രംഗത്തെത്തിയത്. കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭീഷണി എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ നെഹ്റു കുടുംബത്തെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചായിരുന്നു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുതിർന്ന നേതാവുമായ ശശി തരൂരിന്റെ പരാമർശങ്ങൾ. കുടുംബവാഴ്ചയ്ക്ക് പകരം കഴിവിനെ അംഗീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി വാദ്ര എന്നിവരുൾപ്പെടുന്ന നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് ഇത് അടിത്തറയിടുന്നതാണെന്നായിരുന്നു തരൂരിന്റെ വിമർശനം. വോട്ടുകൊള്ള ആരോപണം, ബീഹാറിലെ പരാജയം രാഹുൽ ഗാന്ധി സമ്മതിച്ചെന്ന വിമർശനത്തിലും അദ്ദേഹം മറുപടി നൽകി. രാഹുൽ ഗാന്ധി വോട്ടർമാരെ ജാഗരൂകരാക്കുകയാണ് ചെയ്തത്. ഹരിയാനയിൽ നടന്നതെന്തെന്ന് ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിച്ചു. ശബ്ദിക്കാതെ ഭയപ്പെട്ടിരിക്കണം എന്നാണോ പറയുന്നത്? ധൈര്യത്തോടെ തുറന്നു പറയുന്നത് തുടരും. ഹരിയാനയിൽ ശക്തമായ പ്രതിഷേധമുയർത്തും. രാജ്യത്താകമാനം ഈ വിഷയം ഉയർത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.